ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ₹1 എക്സ്ട്രാ ഫൈൻ വെരിഫൈൻ കണ്ടീഷൻ വരുന്ന 2 നോട്ടുകളാണ്. ഈ ഒരു നോട്ടിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു ₹800 വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ്. അപ്പോൾ 2 നോട്ട് എനിക്ക് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ കിട്ടി. ആ 2 നോട്ട് മേടിച്ചു എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു ₹1 നോട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന നോട്ട് ഈ ഒരു നോട്ടാണ്. ₹1 1951 ₹1 നോട്ടാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും 1951 എന്നുള്ള വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ്. KG അംബെ ഗോൺകർ സിഗ്നേച്ചർ ചെയ്ത ₹1 നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ നല്ലൊരു UNC കണ്ടീഷൻ നോട്ടിന് ഏകദേശം ₹1500 ₹1800 മാർക്കറ്റ് വാല്യൂ വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു നോട്ട് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ സർക്കുലേഷനിൽ നിലവിലുണ്ടായിരുന്ന ₹1 നോട്ടാണ്. ഇപ്പോൾ സർക്കുലേഷനിൽ ഈ ഒരു നോട്ട് നിലവിലില്ല. 1951 ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നോട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്നത് ₹1 ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്നത് 101x64 mm ആണ്. ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വരുന്ന റെക്ടാങ്കുലർ ഷേപ്പാണ്. ഈ ഒരു നോട്ടിൻ്റെ കളർ വരുന്ന ഗ്രേ ഗ്രീൻ എന്നുള്ള 2 കളർ മിക്സ് ചെയ്താണ് ഈ ഒരു നോട്ട് ഇന്ത്യ ഗവൺമെൻറ് പ്രിൻറ്റ് ചെയ്തിറക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ മുൻവശം നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് ₹1 എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെ ₹1 എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് വാട്ടർമാർക്കാണ് വരുന്നത്. വാട്ടർമാർക്ക് അശ്വസ്തംഭമാണ് വരുന്നത്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും. അതിനോട് ചേർന്ന് തന്നെ കോർണറായിട്ട് 1 എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഇരുഭാഗത്തായിട്ട് നമ്മുടെ ₹1 നാണയത്തിൻ്റെ, അതായത് 1950 54 നാണയത്തിൻ്റെ ആ ഒരു നാണയങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു നാണയത്തിൻ്റെ പുറകുവശം വരുന്ന അശ്വസ്തംഭത്തിൻ്റെ ആ ഒരു പിക്ചറും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് B26242802 എന്നുള്ള സീരിയൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് B എന്ന് വരുന്നത് പ്രിഫിക്സും അണ്ടർപ്രിൻ്റഡായിട്ട് നമുക്ക് ₹1 എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെയായിട്ട് നമുക്ക് ₹1 എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് 1 എന്നുള്ള അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് നമ്മുടെ സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആയിരുന്ന KG അംബെ ഗോൺകർ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അണ്ടർപ്രിൻ്റഡായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. 1 എന്നുള്ള അക്കവും ₹1 എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ₹1 എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം നമുക്ക് ₹1 നാണയത്തിൻ്റെ ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ വർഷവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇവിടെ നോക്കി മനസ്സിലാവും 1950 എന്നുള്ളൊരു വർഷവും അതിന് താഴെ ₹1 എന്നുള്ള ഹിന്ദി ലെറ്ററും ₹1 എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. സെൻറ്ററായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് 7 ഡിഫറൻറ്റ് ലാംഗ്വേജിൽ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ ₹1 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ അശ്വസ്തംഭമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് അശ്വസ്തംഭമാണ് വരുന്നത്. നമ്മുടെ വാട്ടർമാർക്ക് അശ്വസ്തംഭമാണ് വരുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അതിനോട് ചേർന്ന് തന്നെ 1 എന്നുള്ള അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പിറകുവശം വരുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ്. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നോട്ടിനാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 2 നോട്ടുകൾ എനിക്ക് കിട്ടിയായിരുന്നു. ഇതിൽ അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ നോട്ടാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ ചെറിയൊരു ഡാമേജ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്കിവിടെ ഒരു ചെറിയൊരു കീറലുണ്ട്, പിന്നെ വന്നിട്ട് പിൻ ഹോളും ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻ നോട്ടാണ്. നമുക്ക് പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോറൽ ഡിസൈൻ നോട്ടും ഇത് വന്നിട്ട് നമുക്ക് ആ ₹1 നാണയത്തിൻ്റെ ആ ഒരു പിക്ചർ വരുന്ന നോട്ടാണ്. അപ്പോൾ 2 നോട്ടുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. 1951 എന്നുള്ള കോയിൻ്റെ പിക്ചർ വരുന്ന നോട്ടും ഇത് വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻ നോട്ടാണ്. ഇതിന് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു UNC കണ്ടീഷന് ഏകദേശം 2000 മുതൽ 3500 വരെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. ഈ ഒരു നാണയത്തിൻ്റെ പിക്ചർ വരുന്ന ഈ ഒരു നോട്ട്, അതായത് KG അംബെ ഗോൺകറിൻ്റെ ഈ ഒരു നാണയത്തിൻ്റെ പിക്ചർ വരുന്ന നോട്ടിന് അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ നോട്ടാണെങ്കിൽ ₹500 മുതൽ നല്ലൊരു UNC കണ്ടീഷന് ₹1500 ₹1800 മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ 2 നോട്ട് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയപ്പോൾ ഞാൻ ആഡ് ചെയ്തതാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇതുപോലത്തെ നോട്ടൊക്കെ ഇനി ഫ്യൂച്ചറിൽ വരുമ്പോൾ നല്ലൊരു വാല്യൂവിന് ലഭിക്കുന്ന, നല്ലൊരു മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു റയർ കാറ്റഗറി വരുന്ന നോട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു നോട്ട്, അതായത് ഫ്ലോറൽ ഡിസൈൻ വരുന്ന ₹1 KG അംബെ ഗോൺകറിൻ്റെ സിഗ്നേച്ചർ വരുന്ന ഈ ഒരു നോട്ട് നിങ്ങളുടെ കൈവശം സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലോ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നോട്ടൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.